മുഖ്യമന്ത്രിക്ക് എങ്ങനെ ശ്വാസം മുട്ടാതിരിക്കും? ആദ്യ അടിയും രണ്ടാമത്തെ അടിയും അടിച്ചിരിക്കുന്നത് കോടതിയാണ്. മുറുകെ കൊണ്ടിരിക്കുന്ന കുരുക്കുകൾ ഓരോന്നോരോന്നായി അഴിച്ചെടുക്കുമ്പോൾ ഇതാ കോടതി വീണ്ടും അടുത്ത ഒരു കുരുക്ക് കൂടി ഇട്ടുകൊടുക്കുകയാണ്. കേരളത്തെ പിടിച്ചുകുലുക്കി കോളിളക്കം സൃഷ്ടിച്ച വലിയൊരു സംഭവ വികാസത്തിന് തടയിടാനായി ഒരു പ്രമുഖ നേതാവിനെ പിണറായി ശബരിമലയിൽ നൂലിൽ കെട്ടിയിറക്കി. അതെ, നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള സകലരെയും പോലീസ് പിടിച്ചുകൊണ്ടു പോയതോടെ മുഖം രക്ഷിക്കാൻ വേണ്ടി കെ ജയകുമാറിനെയാണ് മുഖ്യമന്ത്രി ശബരിമലയിലേക്ക് അയച്ചത്. അതും ദേവസ്വം പ്രസിഡന്റായി തന്നെ. ആ വിഷയത്തിൽ പിണറായിയോട് ഏറ്റുമുട്ടുന്നവർക്ക് പോലും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശബരിമലയിൽ കയറിയ മൂന്നാം പക്കം നടക്കുന്ന ശബരിമല ദർശനത്തിൽ തിക്കും തിരക്കും കണ്ട് അന്തം വിട്ടുപോയ ജയകുമാർ ആദ്യമേ തന്നെ ഇതൊന്നും തന്റെ പിഴവല്ല, മുൻപുള്ളവർ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ്, കുറച്ചു സമയം കൂടി തരണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഒരു തരത്തിൽ അത് സർക്കാരിനെ വെല്ലുവിളിക്കുക കൂടിയായിരുന്നു. എന്നാൽ അത്തരം പേര് ദോഷമൊക്കെ മാറ്റി ശബരിമല ദർശനം കൂടുതൽ സുഖമാക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ ഈ ജയകുമാറിനെതിരെ തിരുവനന്തപുരം ജില്ലാ സെക്ഷൻ കോടതിയിൽ അയോഗ്യതാ ഹർജി നൽകിയിരിക്കുകയാണ് ബി അശോക് കുമാർ എന്ന IAS ഉദ്യോഗസ്ഥൻ. ഇരട്ടപ്പദവി വഹിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് ജയകുമാർ പുറത്തു പോകണം എന്നാണ് ഹർജിക്കാരൻ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അയ്യനെ തൊട്ടതിന് കണക്കിന് ഈ സർക്കാരിന് കിട്ടിയതാണ്. എന്നിട്ടും പക്ഷേ അയ്യപ്പക്കോപം അടങ്ങിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ ഇരട്ടപ്പദവി ചൂണ്ടിക്കാണിച്ച അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി ബി അശോക് IAS ആണ് നൽകിയിരിക്കുന്നത്. സർക്കാർ പദവിയിലിരിക്കവേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് ചട്ടവിരുദ്ധം എന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. IMG ഡയറക്ടർ ആയിരിക്കെ ബോർഡ് പ്രസിഡന്റ് ആയതാണ് ചട്ടലംഘനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ കെ ജയകുമാറിന്റെ IMG ഡയറക്ടർ നിയമനവും ചട്ടവിരുദ്ധമാണ് എന്നാണ് ബി അശോക് IAS ആരോപിക്കുന്നത്. IMG പദവി ഒഴിഞ്ഞ ശേഷമേ ബോർഡ് ചുമതല ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ഇരട്ടപ്പദവി ആരോപണത്തിൽ കഴമ്പില്ല എന്നും ബോർഡ് പ്രസിഡന്റ് ആയതിൽ ചട്ടലംഘനമില്ല എന്നും കെ ജയകുമാറും വ്യക്തമാക്കുകയാണ്. താൻ രണ്ടിടത്തും ആനുകൂല്യം പറ്റുന്നില്ല. IMG ഡയറക്ടർ പദവിയിൽ തുടരുന്നത് പകരക്കാരൻ നിയമിക്കപ്പെടുന്നത് വരെ മാത്രമാണെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ IMG ഡയറക്ടർ ചുമതല ഒഴിയാൻ തയ്യാറാണെന്ന് അറിയിച്ച ജയകുമാർ ഒരേ സമയം രണ്ട് പ്രതിഫലം പറ്റുന്നില്ല എന്ന കാര്യം കോടതിയെ ബോധിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോ ഞാൻ പ്രതികരിക്കേണ്ട ഒരു ചോദ്യമാണോ അത്? പിന്നെ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജി. അത് സർക്കാർ ഉചിതമായ രീതിയിൽ അതിൻ്റെ മെഷീനറി ഉപയോഗിച്ച് മറുപടി പറയും. ഒരു സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നു എന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത്. സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും. അതിനുള്ള മെഷീനറി ഗവൺമെൻറ് ഉണ്ടല്ലോ. എനിക്കതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയല്ല. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നല്ല ഞാൻ ശമ്പളം പറ്റുന്നത് എന്നുള്ളത് ശരിയാണ്. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അവിടെ നിന്നാണ് ശമ്പളം പറ്റുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയേണ്ട കാര്യമില്ല. അത് ഗവൺമെൻറ് അത് ഉചിതമായ രീതിയിൽ മറുപടി കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞനുസരിച്ച് ഇവിടെ വന്നു എന്നുള്ളതാണ്. റെസ്പോണ്ടന്റ് ഞാനാണോ ഗവൺമെൻറ്റാണോ? ഞാൻ കണ്ടില്ല. ഒന്ന് പത്രത്തിൽ കണ്ടറിയോ, മാധ്യമങ്ങളിൽ കണ്ടറിയോ? ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു പ്രവൃത്തി അല്ലല്ലോ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റാണ് അതിന് ഉചിതമായ രീതിയിൽ മറുപടിയും കൊടുക്കേണ്ടതും അത് ഡിഫെൻഡ് ചെയ്യേണ്ടതും. പെറ്റീഷണർ എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഡിവോട്ടി എന്ന ഒരു പ്രയറിലാണ് പറയുന്നെങ്കിൽ പോലും അദ്ദേഹം ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്ന നിലയിൽ അത് എങ്ങനെ കാണുന്നു സാർ? ഞാനിപ്പോൾ ചീഫ് സെക്രട്ടറി അല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ. ചീഫ് സെക്രട്ടറിക്ക് യാതൊരു കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ. പുതിയ ചീഫ് സെക്രട്ടറിക്കോ ഗവൺമെൻറ്റിനാണ് അത് മറുപടി പറയുന്നത്. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് ജോലിയല്ല. പിന്നെ രണ്ടിടത്ത് ശമ്പളം വാങ്ങുന്നില്ല. അത് താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നമ്മുടെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലുണ്ടല്ലോ. അവിടെ ഒരാളെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു താമസം. ഞാനത് വിട്ടെറിഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ നമുക്കൊരു ജോലി. അതിനൊരു ക്രമീകരണം വരണ്ടേ? ഒരാൾക്ക് ചാർജ് കൊടുക്കാൻ ഗവൺമെൻറ് പറയണം. ആ ഉത്തരവ് വരുന്ന സമയത്ത് കൊടുത്തിട്ടേക്ക് പോയി.
ശമ്പളം പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ശമ്പളം പറ്റുന്നുണ്ട്. ഇവിടുന്ന് പറ്റുന്നില്ല. ഇവിടുന്ന് പറ്റും. പറ്റുന്നില്ല. ഇവിടുന്നൊന്നും ഞാൻ വാങ്ങുന്നില്ല. അത് വിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ചീഫ് സെക്രട്ടറി അല്ലല്ലോ ഇത്തരത്തിലുള്ള സർവീസ് കാര്യങ്ങളെപ്പറ്റി ഒരു ആധികാരികമായ അഭിപ്രായം പറയാം. നിങ്ങൾ ദേവസ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ, നമുക്ക് പറയാം. അത് എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളതിനെപ്പറ്റി ഉത്തരം പറയാതിരിക്കുകയല്ലേ നല്ലത്. നമ്മളെ സർക്കാർ ഓരോ ജോലികൾ ഏൽപ്പിക്കുന്നു, നമ്മുടെ കഴിവിനനുസരിച്ച് അത് ചെയ്യുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഞാനിതിനെ വൈകാരികമായിട്ടൊന്നും കാണുന്നില്ല. ദേവസ്വം ആക്ട് 7/3 ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് ആ ഹർജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലിങ്ങനെ ഇരട്ട പദവി ഭരിക്കാൻ പാടില്ല, അതായത് സർക്കാർ ശമ്പളം പറ്റുന്ന ആള് ദേവസ്വം അംഗമായിരിക്കാൻ പാടില്ല എന്നാണ് അതിൽ പറയുന്നത്. ഗവൺമെൻറ് അത് പരിശോധിക്കട്ടെ. ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. ഞാനൊരു സർക്കാർ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് പ്രസിഡന്റ് ആവാൻ പറഞ്ഞു. ഞാൻ ബോർഡ് പ്രസിഡന്റായി. അത് നമ്മൾ നിയമം പോലെ ചെയ്യാം. അതിൽ കൂടുതലൊന്നുമില്ല അതിനകത്ത്. നിലവിലുള്ള ദേവസ്വം ബോർഡ് താങ്കൾക്ക് 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. മാത്രമല്ല, ഒരു തീരുമാനമെടുത്തത് ഈ അന്നദാനം വിപുലീകരിച്ചതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? ഞാൻ ഹർജിയൊന്നും വായിച്ചിട്ടില്ല. ഇതൊന്നും ദേവസ്വം ബോർഡ് ഒരു മാനുവലിൻ്റെ അടിസ്ഥാനത്തിലും ചില കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത്. നമുക്ക് ചില ഫൈനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്, കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഇപ്പോൾ കോടതി ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബോർഡ് അതിന് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ അതിന് നിയമപരമായി ചോദ്യം ചെയ്യുന്നതിൻ്റെ യുക്തി ഒക്കെ മാത്രമല്ല, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു നിരീക്ഷണത്തിലാണല്ലോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മരാമത്ത് പണികൾക്ക് 20 ലക്ഷത്തിന് മേലുള്ളത് കോടതി പോയി അനുവാദം വാങ്ങിക്കണം. അന്നദാനത്തിൻ്റെ കാര്യത്തിൽ അന്നദാനത്തിൽ ഇന്നിപ്പോൾ നമ്മൾ എടുത്ത ഒരു തീരുമാനം എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ അന്തിമ തീരുമാനം ആണ് ഇന്നത്തെ ബോർഡിലെ ആദ്യത്തെ തീരുമാനം. അത് ബോർഡ് അതിൻ്റെ എടുക്കുന്നു. ഓരോരുത്തർ ആരെങ്കിലും കൊണ്ട് ഇപ്പോൾ കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ശമ്പളം വാങ്ങാതെ വേണമെങ്കിൽ, ഞാൻ സമ്പന്നനാണെങ്കിൽ എനിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ശമ്പളം വാങ്ങാതെയും അല്ലെങ്കിൽ അലവൻസ് വാങ്ങാതെയും തുടരാം, ഇല്ലേ? അത് ശമ്പളം വാങ്ങുന്നില്ലെന്നുള്ളത് മറ്റൊരു ഒരു ജോലിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ല. ഞാനൊരു അതിസമ്പന്നനാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടുത്തെ ശമ്പളമൊന്നും വേണ്ട എന്ന് പറയാം. തടസ്സമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരട്ടെ, ഏതായാലും നിയമപ്രശ്നമായിരിക്കില്ലേ അത്. അവിടെ വെച്ച് കാണാം നമുക്ക്. ഗവൺമെൻറ്റാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. എല്ലാത്തിനും പിന്നെ കർമ്മസാക്ഷിയായിട്ട് ശബരിമലയിൽ അയ്യപ്പൻ ഇരിക്കുകയല്ലേ. അദ്ദേഹത്തിന് ഹിതകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ അവിടുന്ന് സംരക്ഷണവും ഉണ്ടാവും. ആ ധൈര്യത്തിലല്ലേ ഞാൻ ജീവിക്കുന്നത്.